അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വാൽപ്പാറ പള്ളിയിലെ കഞ്ഞിവിശേഷങ്ങളുമായിട്ടാണ്. ഒരു തവണയെങ്കിലും കുടിക്കേണ്ട, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടുത്തെ കഞ്ഞി വിഭവം എന്ന് പറയുന്നത്. റമദാൻ 30 ദിവസവും ഇവിടെ കഞ്ഞി വിതരണം ചെയ്യാറുണ്ട്. നമുക്കറിയാം, റമദാൻ മാസമായാൽ നമ്മുടെ വീടുകളിലെ അടുക്കളകളെല്ലാം അതിരാവിലെ ശാന്തമായി നിൽക്കുന്നത് കാണാം. പക്ഷേ ഇവിടെ സുബഹിക്ക് തന്നെ കൃത്യമായി ഇതിൻ്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് തക്കാളി, ക്യാരറ്റ്, ഉള്ളി എന്നിവയെല്ലാം വെട്ടി സമൃദ്ധമായ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ അടുക്കി വെച്ച ചേരുവകളെല്ലാം കാണുമ്പോൾ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നമ്മൾ കൗതുകരമായി നോക്കി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത്രയും അതിശയോക്തി തോന്നിപ്പിക്കുന്ന ഈ കഞ്ഞി വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ അറിയാൻ, മെത്തേഡുകൾ അറിയാൻ ഇത് തയ്യാറാക്കുന്ന ഹംസക്കയോട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ചോദിച്ചറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഹംസക്കയാണ്. വർഷങ്ങളോളം വാൽപ്പാറ പള്ളിയിൽ കഞ്ഞി വെക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോടു കൂടി തന്നെ നമുക്ക് ചോദിക്കാം കഞ്ഞിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു കൂട്ടുകളെക്കുറിച്ചും അതുണ്ടാക്കാവുന്ന രീതിയെക്കുറിച്ചെല്ലാം നമുക്ക് ചോദിക്കാം. എത്ര വർഷമായി നിങ്ങൾ ഇവിടെ ഒരു മാലയിൽ കഞ്ഞി വെക്കൽ തുടങ്ങിയിട്ട്? 10 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ആര് മുഖേനയാണ്, അതായത് പാരമ്പര്യമായിട്ട് ഉപ്പ മുഖേന ആയിട്ടാണോ? ഇല്ല, കഞ്ഞി തുടങ്ങുന്ന സംഭവമാണ്. അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള കാരണം? അത് കഞ്ഞി ഇവിടെ പള്ളിയിൽ കഞ്ഞി വെക്കല് 10 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പുണ്ട്, ആളുണ്ട്. പണ്ട് കാലങ്ങളായിട്ടേ ഉണ്ട് കഞ്ഞി വെക്കൽ. കഞ്ഞി വെക്കലുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ട് റമദാൻ മാസം ആകുമ്പോൾ ഉണ്ടാക്കലുണ്ടല്ലേ. പ്രത്യേകമായിട്ട് ഇതെന്തോ മരുന്ന് കഞ്ഞി, അതുപോലെ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് തോന്നുന്നു അല്ലേ ഈ ഒരു കഞ്ഞി എന്ന് പറയുന്നത്? ചേരുവകളാണ് കൂടുതൽ. മല്ലി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, മറ്റേ പച്ചമുളക്, ഉലുവ, വെളിച്ചെണ്ണ, ക്യാരറ്റ്, വെല്ലുള്ളി, മല്ലിയില, ഇതൊക്കെ ചേരുന്ന എല്ലാം മിക്സഡ് ആക്കിയിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് കിട്ടാത്ത രൂപത്തിലുള്ളൊരു വിഭവമാണ് കഞ്ഞി എന്ന് പറയുന്നത് അല്ലേ? പച്ചക്ക് അരക്കുന്നതാണ് മല്ലി ഇതൊക്കെ വറുത്തിട്ട്. മല്ലി, ജീരകം, കുരുമുളക്, അതിൻ്റെ ഇടയിൽ കൂടെ പട്ടയും ഗ്രാമ്പും കുറച്ചിടും. അതെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എത്ര കിലോനൊക്കെ ഉണ്ടാക്കും കഞ്ഞി എന്ന് പറയുന്നത്? ദിവസം 2 ചെമ്പ് ഉണ്ടാക്കും. 32 കിലോ. വർഷങ്ങളായിട്ട് അത് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് 16 തേങ്ങ അരയ്ക്കും. ഓർക്കം ഉണ്ടാക്കണ ആദ്യം വെളിച്ചെണ്ണ വെച്ച് ചട്ടി ചൂടായി ഉടനെ ഉലുവടും. ഉലുവട്ടതിന് ശേഷം പച്ചമുളക് ഇട്ടതിൻ്റെ ശേഷം ഉള്ളി നല്ല വഴങ്ങിയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് തക്കാളി ഒന്നൊരുമാതിരി വഴങ്ങിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടില്ല. അതിട്ടതിന് ശേഷം ഈ മസാലയുടെ കൂട്ടുകളൊക്കെ അരച്ച് വെച്ചില്ലേ, അതായത് കഴിക്കും. അതിന് ശേഷം വന്നിട്ട് ക്യാരറ്റ് ഇടും. ഇന്നലെ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിടും. തിളയ്ക്കുമ്പോൾ ഉപ്പിടും. ഉപ്പ് വന്നിട്ട് ചെമ്പിൽ വന്നിട്ട് 1.5 കിലോ ഉപ്പിടും. 1.5 കിലോ ഉപ്പ് വേണം. 50 രൂപയുടെ ചെമ്പിൽ 1.5 കിലോ ഉപ്പിടും. ശരി, അതൊക്കെയാണ് കഞ്ഞിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്ന രൂപം നമുക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു വിശേഷം പങ്കുവെക്കുന്നത് പ്രകൃതി സുന്ദരമായ വാൽപ്പാറയിലെ ആനമല ഹിൽസ് മുസ്ലിം സുന്നത്ത് ജമാഅത്ത് പള്ളിയിലെ കമ്മിറ്റിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഇഷ്ടജനങ്ങളും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇത്തരം വിഭവ സമൃദ്ധിയായുള്ള കഞ്ഞികൾ വിതരണം ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റമദാൻ മാസമായി ഇത്തരം കഞ്ഞികൾ വിതരണം ചെയ്യുന്നതായി കാണപ്പെടാറുണ്ട്. വാൽപ്പാറ പ്രദേശത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സമയത്ത് തന്നെ റവക്കഞ്ഞി എന്ന പേരിൽ തുടക്കം കുറിച്ച കഞ്ഞി വിഭവങ്ങളാണ് ഇന്ന് ഈ ഒരു നിലയിൽ വളരെ വിശാലമായി വിതരണം ചെയ്യപ്പെടുന്ന ഇത്തരം കഞ്ഞിയിലേക്ക് മാറിയതായി ചരിത്രങ്ങളിൽ കാണാം. എന്നിരുന്നാലും ഓരോ ദിവസവും 3 മണി സമയമാകുമ്പോഴേക്കും സമീപ പ്രദേശത്തുള്ള സമീപവാസികളായ എല്ലാവരും ഈ ഒരു കഞ്ഞി വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് കൂടാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകകരമായ മറ്റൊരു വിസ്മയം. പുറത്ത് ഇതിന് നോമ്പ് കഞ്ഞി, മസാലക്കഞ്ഞി, മരുന്ന് കഞ്ഞി, അങ്ങനെ പല വിധത്തിലെ പേരുകൾ കാണാൻ കഴിയും. നമ്മുടെ ഹംസക്ക തകൃതിയായി
കഞ്ഞി പാചകം ചെയ്യേണ്ട, അതിലെ ചേരുവകൾ ചേർക്കേണ്ട ഓരോ രൂപങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മഗ്‌രിബ് സമയമാകുമ്പോൾ ഇവിടെ നോമ്പു തുറക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തുടങ്ങും. ഈ സ്ഥലമാണ് പള്ളിയിൽ നോമ്പു തുറക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെതാ ഇതുപോലെ വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞ് നോമ്പു തുറക്കായി എല്ലാവരും ഒരുങ്ങി നിൽക്കും. മനസ്സിന് കുളിരേകുന്ന, സന്തോഷമേകുന്ന സുന്ദര കാഴ്ചകളാണ് നാം ഓരോ ദിവസവും കാണുക. പ്രധാനമായും എല്ലാ മതസ്ഥരും ഈ ഒരു കഞ്ഞിക്ക് വേണ്ടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. വളരെ സന്തോഷം നൽകുന്ന സുന്ദര കാഴ്ചകൾ. എല്ലാവരും ഒറ്റ മനസ്സായി ഒരു ജനതയായി ഒരുമിച്ച് കൂടുന്ന അസുലഭ മുഹൂർത്തം. മാതൃകാപരമായ കാര്യങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.